എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തായ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ ഡ്രാമയുടെ മെയിൻ ഹീറോ ആയ ഇവൻ്റെ അമ്മയാണെങ്കിൽ ഒരു പൂച്ച പ്രേമിയാണ്. അവരൊരുപാട് പൂച്ചകളെ വളർത്തുന്നുണ്ട്. ഈ ഡ്രാമയുടെ സെക്കൻഡ് ലീഡായിട്ടുള്ള ഇവനും അവൻ്റെ അമ്മയുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. അവനെപ്പോഴും പൂച്ചയെ കാണാനായിട്ട് അവരെ വീട്ടിലൊക്കെ പോവാറുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഇവർ ബോധം കെട്ട് വീഴാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവൻ്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. അതിനുശേഷം അവന് പൂച്ചകളുടെ മനസ്സിൽ എന്താണോ പറയുന്നത് അത് അവന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആദ്യം ഇവനൊന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും ഈ സ്ത്രീ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ ഉടനെ ആംബുലൻസിനെ വിളിക്കുകയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ മരിച്ചു പോവുകയാണ്. ഈ സ്ത്രീയുടെ മരണ വാർത്ത അറിഞ്ഞിട്ട് അവരുടെ മകനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരുടെ മരണ ചടങ്ങിനിടയിൽ ഇവൻ ബോധം കെട്ട് വീഴാണ്. അവൻ വളരെയധികം ഇമോഷണലായിട്ട് ഇവൻ ബോധം കെട്ട് വീഴുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ സെക്കൻഡ് ലീഡാണെങ്കിൽ അവനെ പിടിക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ മടിയിൽ കിടത്തി ഇവന് വീശിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോധം വരാനുള്ള മെഡിസിനും ഒക്കെ കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവന് ബോധം വരുന്നുണ്ട്. അങ്ങനെ അവനുമായിട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഞാനാണ് നിങ്ങളുടെ അമ്മേനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ആവാണ്. ഇവൻ്റെ അച്ഛൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മരിച്ചു പോയതാണ്. പിന്നെ ഇവനെ നോക്കിയതൊക്കെ ഇവൻ്റെ അമ്മയായിരുന്നു. ഇപ്പോൾ ഇവൻ്റെ അമ്മയും മരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവൻ ഒറ്റയ്ക്കാവുന്നുണ്ട്. ഇവരെങ്ങനെ കൂടുതൽ ഫ്രണ്ട്സാവും, ഇവർക്കിടയിൽ റിലേഷൻഷിപ്പ് എങ്ങനെ വർക്കൗട്ടാവും എന്നൊക്കെയുള്ളത് നമുക്ക് ഓരോ എപ്പിസോഡിലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലുള്ള സീൻസ് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.